പി ജിക്ക് ശേഷം യു കെയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഫീൽഡ് ഏതൊക്കെയായി? പി ജിക്ക് ശേഷം യു കെയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഫീൽഡ് എന്ന് വെച്ചാൽ മെയിൻലി മെഡിക്കൽ, സയൻസ് റിലേറ്റഡ് ഫീൽഡുകൾക്കായിരിക്കും മെയിൻലി നമുക്ക് വരുന്ന മെയിൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ അതല്ല, ബിസിനസ് റിലേറ്റഡ് ഫീൽഡിനും നമുക്ക് ഓപ്പണിങ്സ് ഉണ്ട്. ഷോർട്ടേജ് ഓക്യുപ്പൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്. അത് യു കെയിൽ ഇന്ന ഫീൽഡ് ഓഫ് വർക്കിന് ആളെ ആവശ്യമുണ്ട്. അതായത് അവരുടെ നാഷണൽസിന് അത് ഫില്ല് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ടേജ് ഓക്യുപ്പൻസി ലിസ്റ്റിലുള്ള കോഴ്സുകൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ യു കെ എന്ന് പറയുന്നത് ബിസിനസ്സുകളുടെ ഒരു ഹബ്ബാണ്. അപ്പോൾ ഈ ബിസിനസ്സുകൾക്ക് വേണ്ട രീതിയിലുള്ള ബിസിനസ് പഠിച്ച ആൾക്കാരെയും അവർക്ക് ആവശ്യമാണ്. അപ്പം മെയിൻലി ഈ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തോരം നമ്മൾ നോക്കുന്നു, നമ്മൾ എന്തോരം റിസർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ജോബ് മാർക്കറ്റിൽ എന്തോരം ഇൻവോൾവ് ആകുന്നു, എന്തോരം എക്സ്പോഷർ കിട്ടുന്നു, എന്തോരം ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു, എന്തോരം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ പ്രൊഫൈൽ ബിൽഡ് ആവുന്നത്. പിന്നെ അത് കൂടാതെ യു കെയിൽ നിന്ന് നമ്മളൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുന്നത് അത് ഇൻ്റർനാഷണലി വാലിഡ് ആണ്. യു കെയിൽ മാത്രമല്ല, ഏതൊരു രാജ്യത്ത് നമുക്ക് പോയാലും അതിൻ്റേതായിട്ടുള്ള വാല്യൂ നമുക്കുണ്ടാവും. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ MBA സോ ആൻഡ് സോ യൂണിവേഴ്സിറ്റി യു കെ പഠിച്ചതിന് ശേഷം നമ്മളൊരു രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പോലും നമ്മൾ പോയിട്ടൊരു കമ്പനിയിൽ നമ്മൾ വെക്കുകയാണ്, എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, ഞാൻ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാധാരണ കാണുന്നതിനേക്കാൾ ഒരു പടി മുന്നിലായിരിക്കും നമ്മുടെ പ്രൊഫൈൽ നമുക്ക് വരുന്നത്. പിന്നെ നമ്മൾ എന്തോരം നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ജോലിയുടെ കാര്യങ്ങൾ കിട്ടുന്നത്. സോ ജോലി കിട്ടാതെ, നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പോലും യു കെയിലാണെന്നുണ്ടെങ്കിലും ജോലി കിട്ടാതെ പോകില്ല. നമ്മൾ എന്തോരം എഫേർട്ട് ഇട്ട് ജോലി കണ്ടുപിടിക്കുന്ന രീതിയിൽ അനുസരിച്ചിരിക്കും. അൺലെസ് ആൻഡ് അൺടിൽ നമുക്ക് അത് ഹൈലി ടെക്നിക്കൽ സ്കിൽഡ് ആയിട്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്തോരം സ്കില്ല് കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് ജോലിയുടെ സാധ്യതകൾ കൂടുതൽ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കൂടുതലും പിള്ളേർ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള യു കെയുടെ ജോബ് ഹണ്ടുകൾ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ഇതാണ് മെയിൻ നോക്കേണ്ട കേസ്. ഷോർട്ടേജ് ഓക്യുപ്പൻസി ലിസ്റ്റ് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുക. സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുന്നുമുണ്ട്. ഇതെന്തോരം നമ്മൾ ഷാർപ്പൺ ചെയ്ത് പോകുന്നു, അതിനനുസരിച്ച് നമുക്ക് ജോലിയുടെ കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റും.